പുസ്തകപത്തായം. കുട്ടികൾ മുതിർന്നവർക്കായി ഒരുക്കിയിട്ടുള്ള ഒരു പുസ്തകശാലയാണിത്. സാധാരണയായി മുതിർന്നവർ കുട്ടികളോട് പറയാറുള്ളത് വായിച്ചു വളരുക എന്നാണ്. എന്നാൽ ഇവിടുത്തെ കുട്ടികൾ മുതിർന്നവരോട് പറയുന്നത് ഇതാണ്: വായിച്ചു കൂടുതൽ വളരുക, പിന്നെ വായിച്ചു വളർത്തുക. ചെറുതെങ്കിലും സുന്ദരമാണ് ഞങ്ങളുടെ വിദ്യാലയം. കഥ പറയുന്ന തോണുകളും ഇവിടെ. ഞങ്ങൾക്ക് കൂട്ടായി ചുമരുകൾ നിറയെ ഞങ്ങളുടെ ഇഷ്ട കഥാപാത്രങ്ങളും. സ്കൂളിന്റെ വജ്ര ജൂബിലി ആഘോഷിക്കുകയാണിപ്പോൾ. ഇക്കൊല്ലം നല്ല പാഠത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ സ്കൂളിൽ തുടങ്ങിയ പദ്ധതിയാണ് പുസ്തകപ്പത്തായം. എല്ലാ സ്കൂളിലും പുസ്തകപ്പുരി ഉണ്ടാകും. അത് കുട്ടികൾക്കുള്ളതാണ്. ഞങ്ങൾക്കും അത്തരമൊരു ലൈബ്രറി ഉണ്ട്. എന്നാൽ അതുകൂടാതെ ഒരു പുസ്തകപ്പുര കൂടി ഞങ്ങൾക്കുണ്ട്. അത് രക്ഷകർത്താക്കൾക്കുള്ളതാണ്. അതാണ് ഈ പുസ്തകപ്പത്തായം. പുസ്തകപ്പത്തായം എന്ന് പറയുമ്പോൾ പലപ്പോഴും വെറും കേവലം ഒരു സ്കൂളിൽ ഒരു ലൈബ്രറി റൂമിൽ ഒതുക്കുന്ന ഒരു പുസ്തകപ്പത്തായത്തിന് ഉപരിയായിട്ട് ഇത് ജനങ്ങളുടെ ഒരു ലൈബ്രറി ആയിട്ട് പിന്നീട് വളർന്നു വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു ജനകീയ മുഖം ഇതിന് നൽകണം. അപ്പൊ അതിനുവേണ്ടി തന്നെ ഈ ജനങ്ങളെ നേരിട്ട് ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർ തന്നെ ഇതിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് പുസ്തകങ്ങളുമായി എത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ഞങ്ങൾക്കുണ്ടായ സന്തോഷം. രക്ഷകർത്താക്കളിലൂടെ കുട്ടികളെ വായനയുടെ സത്തയും സാഹിത്യത്തിന്റെ സൗന്ദര്യവും എത്തിക്കാനാണ് ഈ പുസ്തകപ്പത്തായം. സ്കൂൾ പരിസരത്ത് തന്നെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. കഥകളും പാട്ടും നാടകങ്ങളും നിറഞ്ഞ പുസ്തകങ്ങൾ പുസ്തകപ്പത്തായത്തിലുണ്ട്. അതും വായിക്കാൻ ഇവിടെ നാട്ടുകാർ വരാം. രക്ഷകർത്താക്കൾ ഇവിടെ നിന്ന് പുസ്തകങ്ങൾ എടുത്തു വായിക്കും. ഞങ്ങൾ കുട്ടികളാണ് പുസ്തകപ്പത്തായം ഒരുക്കാൻ മുന്നിട്ടിറങ്ങിയത്. ഞങ്ങൾ കൊണ്ടുവന്ന പുസ്തകങ്ങളായിരുന്നു പുസ്തകപ്പത്തായത്തിന്റെ മൂലധനം. അമ്മമാരെ സീരിയലിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി ചുരുക്കലെ ഗവൺമെന്റ് LP സ്കൂളിലെ നാട്ടുകാരെല്ലാവരും ഒരു പുസ്തകപ്പത്തായം നിർമ്മിച്ചു. അതിന് എല്ലാ രക്ഷകർത്താക്കളും പങ്കെടുക്കണമെന്ന് ആശംസിക്കുന്നു. നല്ലവരായ നാട്ടുകാർ ഇപ്പോൾ പുസ്തകങ്ങൾ എത്തിച്ചു തരുന്നുണ്ട്. 300ഓളം പുസ്തകങ്ങളുമായി തുടങ്ങിയ പുസ്തകപ്പത്തായം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിലെ PTA ഇതിന്റെ നടത്തിപ്പ് ചുമതല. പുസ്തകപ്പത്തായം നാട്ടിൽ കൃത്യമായ ഓരോ വീടുകളിലും കൃത്യമായ ഇതിന്റെ സന്ദേശം എത്തിച്ചിട്ടുണ്ട് പുസ്തകപ്പത്തായം ആരംഭിക്കുന്നതിനെ കുറിച്ചിട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകാർ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പുസ്തകങ്ങളായി കഴിഞ്ഞാൽ സാമ്പത്തിക പുസ്തകം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികം തുടങ്ങിയ രീതിയിൽ എല്ലാ രീതിയിലും സ്കൂളുകൾ നല്ല രീതിയിൽ സഹായിക്കുന്നു. പുസ്തകങ്ങളെ പോലെ തന്നെ പുസ്തകപ്പത്തായത്തിന്റെയും വലിപ്പത്തിലല്ല ആശയത്തിനാണ് പ്രാധാന്യമെന്ന് ഞങ്ങൾ കരുതുന്നു.